ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ STP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWP, ക്യാഷ് തിരിച്ചെടുക്കുന്ന മെത്തേഡ്, അല്ലെങ്കിൽ SIP പ്ലസ് ലംസം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളിതിൽ ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്കൊരു ലാഭം അടക്കം നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരണം. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഉദ്ദേശം. മ്യൂച്വൽ ഫണ്ടിൽ 3 വർഷം 5 വർഷമൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നതെന്ന് 100% നമുക്ക് പറയാൻ പറ്റും. കാരണം മാർക്കറ്റ് നല്ലൊരു ബുൾ റൺ തന്നതാണ്. ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ 3 വർഷം 5 വർഷമോ അല്ലെങ്കിൽ 1 വർഷമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ എത്ര കാലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ XIRR, അതായത് നിങ്ങളുടെ റിട്ടേൺ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം നേട്ടം നേടാൻ സാധിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എന്നുള്ള ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിട്ടേൺ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോയുടെ താഴെ. ശരി, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. സോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ തീർച്ചയായിട്ടും ടാക്സ് അടക്കണം. ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നത് മനസ്സിലാവും. ഞാൻ 5 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ 2500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാൻ 5 വർഷമായിട്ട് 3 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ലാഭം എന്ന് പറയുന്നത് 5.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ലാഭം എന്ന് പറയുന്നതിൻ്റെ ഫൈനൽ എമൗണ്ട് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതായത് 3.5 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 5.5 ലക്ഷമാണ്. അതായത് എൻ്റെ ലാഭം 5.5 മൈനസ് 3.5, 2 ലക്ഷം രൂപയാണ് എൻ്റെ ലാഭം. ഈ ലാഭം എൻ്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുമ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നു. എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഓൺലി ഫോക്കസിങ് ഓൺ ടാക്സ്. ആ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് അടക്കണം. നമ്മൾ 5 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 5 വർഷമായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ ഞാൻ 2ആയിട്ട് പിരിക്കുന്നു. 5 വർഷം എന്ന് പറയുന്നതിന് 1 വർഷം തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഫസ്റ്റ് വർഷം തൊട്ട് 4ാമത്തെ വർഷം വരെയും 4 തൊട്ട് 5 വർഷം വരെയും. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി 1ാമത്തെ വർഷം തൊട്ട് 4ാമത്തെ വർഷം വരെ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് കിട്ടിയ ലാഭത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. 4ാമത്തെ വർഷം തൊട്ട് 5ാമത്തെ വർഷം വരെ കിട്ടുന്ന ലാഭത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമ്മൾ 20% ടാക്സ് അടക്കണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ലാഭം 1,25,000 മുകളിൽ വരുന്ന ലാഭത്തിന് 12.5% നമ്മൾ ടാക്സ് അടക്കണം. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ 2 ലക്ഷത്തിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഇതിന് നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണ്. ഞാനിവിടെ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനേ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര ടാക്സ് അടക്കണം എന്ന് ഫൈനലി അറിയണം. കാരണം നമ്മളെ ഓരോരുത്തരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഫണ്ട് മാത്രമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒരു ആവറേജ് ഞാനൊരു 4 തൊട്ട് 20 ഫണ്ടുകൾ വരെ 20 ഫണ്ടുകൾ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നമ്മൾ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു 3 ഫണ്ട് നമുക്ക് റിഡീം ചെയ്ത് നമുക്ക് ഒരു എമൗണ്ടിന് ആവശ്യമുണ്ട്, നമുക്കൊരു 3 ഫണ്ട് റിഡീം ചെയ്തെടുക്കണം, ബാക്കി അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈ 3 ഫണ്ട് റിഡീം ചെയ്താൽ ഞാൻ എത്ര ടാക്സ് അടക്കേണ്ടി വരും? അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആ ടാക്സ് നമുക്ക് എത്ര ടാക്സ് അല്ലെങ്കിൽ എത്ര ടാക്സ് വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എത്ര ഗെയിൻ, എത്ര ലാഭമുണ്ട് എന്നുള്ളത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അസറ്റ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അസറ്റ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ
ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. ടാക്സ് കാൽക്കുലേറ്റർ ഫോർ മ്യൂച്വൽ ഫണ്ട്. ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അസറ്റ് പ്ലസിനകത്ത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ള ഞാൻ കാണിക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലാഭമുണ്ടെങ്കിൽ ഗെയിൻ ആയിരിക്കും, ലാഭമില്ലെങ്കിൽ അത് ലോസ് ആയിരിക്കും. അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയും. അതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയും. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ കൊടുത്തിട്ട് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയും തേടി നിങ്ങളായിട്ട് കണ്ടുപിടിക്കേണ്ട. ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ ഓൺ യുവർ ആപ്ലിക്കേഷൻ. അതെടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കാൽക്കുലേറ്റർ നിങ്ങളെ സഹായിക്കും. ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഈ വാല്യൂസ്, ഈ PDF നോക്കിയിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് അടിക്കുന്നതോടുകൂടി ആ സമയത്ത് നിങ്ങൾ എത്ര ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് ഈ ടൂൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ടാക്സ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് എത്ര ടാക്സ് വരും എന്നുള്ള ടോട്ടലായിട്ട് എല്ലാതും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ 3 ഫണ്ടാണ് ഡൗൺലോഡ് ചെയ്യും, നിങ്ങൾ 3 ഫണ്ടാണ് റിഡീം ചെയ്തെടുക്കുന്നെങ്കിൽ ആ 3 ഫണ്ടിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോസ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ആ 3 ഫണ്ടിൻ്റെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, ഇത് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടും. ആ വാല്യൂ ഞാനീ പറഞ്ഞിട്ടുള്ള ഈ ടൂളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ശരി, അടക്കേണ്ട ടാക്സ് കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ അടക്കേണ്ട ടാക്സ് 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം, ഈ 10,000 രൂപ നമുക്ക് എങ്ങനെ ലാഭിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ടാക്സ് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ടാക്സിനെ കുറക്കാം, ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻസ് എന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വന്ന് ഏറ്റവും സ്ക്രോൾ ചെയ്ത് ഇൻവെസ്റ്റ് എന്ന സെക്ഷനിൽ താഴെ വന്നാൽ ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും. ഡൗൺലോഡ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്ന പോലെ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഇതിൽ പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് കാണാൻ പറ്റും. 2025-26 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തത് കാണാൻ പറ്റും. 2024-25 പറഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർത്തത് കാണാൻ പറ്റും. നമുക്ക് PDF-ലാണോ വേണ്ടത് അതോ എക്സൽ ഷീറ്റിലാണോ വേണ്ടത്? PDF ആണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ളത്, അതുകൊണ്ട് ഞാൻ PDF സെലക്ട് ചെയ്യുന്നു. ഞാൻ 2024-25 സമയങ്ങളിൽ ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞാൻ റിഡീം ചെയ്തെടുത്തിരുന്ന ചില മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ ഒഴിവാക്കിയതാണ് എൻ്റെ പോർട്ട്ഫോളിയോ എന്ന്. ചില റീബാലൻസിങ് കാരണം ഞാൻ ഒഴിവാക്കി. അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ അസറ്റ് പ്ലസിൽ ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ടാക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്ത റിപ്പോർട്ട് ഒന്ന് കാണാം. ഓക്കെ, സോ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മോണിറ്ററിൽ. സോ ഇതെൻ്റെ ഡൗൺലോഡ് സെഷൻസിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾക്കറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 2024-25 കാലഘട്ടത്തെ റിപ്പോർട്ട്. ഇവിടെ മേലത്തെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഇക്വിറ്റി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് എനിക്ക് ആ വർഷം ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ഫണ്ടുകളിൽ നിന്ന് ഞാൻ എക്സിറ്റായി. ആ ഫണ്ടുകളിൽ എല്ലാം കൂടി എനിക്ക് തന്നിട്ടുള്ള ലാഭമാണ് 5,896 രൂപയാണ് എനിക്ക് തന്നിട്ടുള്ളത് ഷോർട്ട് ടേം. അതായത് ചില ഫണ്ടുകൾ എടുക്കുന്നു, നമുക്കത് നമ്മുടെ ചില ക്രൈറ്റീരിയാസുമായിട്ട് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് മോശമായ ചില കാര്യങ്ങൾ സമയാസമയത്ത് നമ്മൾ ഒഴിവാക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ വർഷം ഞാൻ ഇത്ര ഫണ്ടുകളാണ് ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മാറ്റം വരുത്തിയൊരു ഫണ്ടായിരുന്നു HDFC ലാർജ് ക്യാപ്പിൻ്റെ ഫണ്ട് ഞാൻ മാറ്റം വരുത്തി. അപ്പം അതിൽ ഞാൻ ചില യൂണിറ്റുകൾ ഡിസംബറിൽ ഒഴിവാക്കി, ചില യൂണിറ്റുകൾ ഞാൻ ജനുവരിയിൽ, ചില യൂണിറ്റുകൾ മാർച്ചിലൊക്കെ ആയിട്ട് ഞാൻ പല യൂണിറ്റുകൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത യൂണിറ്റുകളൊക്കെ ഞാൻ റിഡംഷൻ ചെയ്ത ഡേറ്റുകളാണ് റിഡംഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ വിഡ്രോ ചെയ്തെടുത്തു 23-ാം തീയതി, പിന്നെ ഏപ്രിൽ 10-ാം തീയതി ആയിട്ട് ഞാൻ റിഡീം ചെയ്തെടുത്തു.
അതിൽ എൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ റിഡീം ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് ലാഭമാണ് വന്നത് 16.49, ചില സമയങ്ങളിൽ എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 846 രൂപയാണ് മൊത്തം ആ ഫണ്ടിൽ എനിക്ക് കിട്ടിയ ലാഭം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതേപോലെ ഞാൻ ഒരു HDFCൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ടായിരുന്നു. ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ അടുത്ത പേജിലോട്ട് പോയി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFCൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടായിരുന്നു ഞാൻ എടുത്തത്. അത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് കാരണം ഞാൻ അതിൽ ഒഴിവാക്കി. അതിൽ എനിക്ക് വന്നിട്ടുള്ള ഗെയിൻ എന്ന് പറഞ്ഞത് 1663. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് പരാഗ് പരീഖിൻ്റെ ഒരു ഫണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്ത് ചില റീബാലൻസിങ് എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പല കാരണങ്ങൾ സഹിതം. അതിനകത്ത് ഞാൻ വിഡ്രോ ചെയ്തെടുത്തു 2202. അങ്ങനെ ടോട്ടലായിട്ട് ഇക്വിറ്റിയിൽ എനിക്ക് ടോട്ടലായിട്ട് വന്നത് 5896 രൂപയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടത്. 5896 രൂപയാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ വിറ്റതുകൊണ്ടാണ് അതിന് STCG എന്ന് പറയുന്നത്. എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് വിറ്റതില്ല, എല്ലാം അതിന് മുന്നേ തന്നെ ഞാൻ ഒഴിവാക്കി. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെപ്റ്റിൽ ഇല്ല, അതേപോലെ തന്നെ ഡെപ്റ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഇല്ല. STCG എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും മറ്റേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അസറ്റ് പ്ലസ് വഴി നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അസറ്റ് പ്ലസിൽ അക്കൗണ്ട് തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി നമ്മളെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ ടാക്സ് ഗെയിൻ എല്ലാം ഉണ്ട്. നമുക്ക് ടാക്സ് അറിയണ്ടേ? യെസ്, നമുക്ക് ടാക്സ് അറിയണം. ആ ടാക്സ് അറിയാനുള്ള നമ്മുടെ ടൂളാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് ആക്കി മാറ്റിയ ഒരു വെബ് ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പം എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, 0 എന്ന് ഞാൻ കൊടുത്തു. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലില്ല, അതുകൊണ്ട് അതും 0 എന്ന് കൊടുത്തു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, യെസ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തപ്പോൾ കണ്ടല്ലോ എത്രയാണ്? 5896 രൂപ. അത് ഞാൻ അവിടെ കൊടുക്കുന്നു. 0.18 വേണമെങ്കിൽ വെക്കാം. 5896. ഞാൻ 0.18 അടിക്കുന്നില്ല, കാരണം കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അതും ഇല്ല, 0. ഇത്രയാണ്. ഇനി എനിക്ക് ആ വർഷം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയ ലാഭത്തിന് ടാക്സ് അടക്കണം. എത്ര ടാക്സ് അടക്കണം? ഇവിടെ ഉണ്ട്. LTCG എനിക്കില്ല, 12% വെച്ച് LTCGക്ക് ടാക്സ് വരുന്നില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 20% വെച്ച് 1179 രൂപ 20 പൈസ. അതായത് ടോട്ടലായിട്ട് ഞാൻ അടക്കേണ്ടത് 1179. സിമ്പിളായിട്ട് പറയാം, നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. 1179 രൂപയാണ് ഞാൻ ടാക്സ് അടക്കേണ്ടത് ആ വർഷം. അപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഏതോ ഒരു ഫണ്ട് നഷ്ടത്തിൽ നിൽക്കുന്നുണ്ട്, -2000 ആണെന്ന് വിചാരിക്കുക. ആ 2000 അവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടാക്സ് നമുക്ക് എക്സംപ്റ്റ് ചെയ്ത് കിട്ടും, ഒഴിവാക്കി കിട്ടുമെന്നർത്ഥം. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇപ്പം ലോങ് ടേം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഒരു 3 വർഷമായിട്ട് എല്ലാ വർഷവും ഒരു 2 ലക്ഷം രൂപയ്ക്കൊക്കെ SIP ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് അത്യാവശ്യം നല്ല ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു. എനിക്ക് 3 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെനിക്ക് ഒരു 50,000 രൂപ വേണ്ട, 20,000 രൂപ ലോസ് ഉണ്ടെന്ന് വിചാരിക്കും. 20,000 ഷോർട്ട് ടേമിൽ എനിക്ക് ഞാൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അതിൽ കാണിക്കുന്നുണ്ട് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. 3, 4, 5, 0. ഇനി ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 2 ഫണ്ടുകളുണ്ട്, അത് ലോസിലാണ് കിടക്കുന്നത്. അതൊരു ഫോർ എക്സാമ്പിൾ ഒരു 8,000 രൂപ നഷ്ടത്തിലാണെന്ന് വിചാരിക്കാം. ഈ 4 സാധനവും നമുക്ക് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. അതിവിടെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കാൽക്കുലേറ്റ് ദ ടാക്സ്. ക്ലിക്ക് ചെയ്യുന്നു, വാല്യൂ വരുന്നു. നിങ്ങൾ ടാക്സബിൾ 1,55,000 രൂപക്ക് നിങ്ങൾ ടാക്സ് അടക്കണം. അതിൽ 12.5% വെക്കുമ്പോൾ 19,375 രൂപയാണ് അതിന് അടക്കേണ്ട ടാക്സ് എന്ന് മനസ്സിലാകുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 92,000 വരാൻ കാരണം അത് ചില കാൽക്കുലേഷൻ വഴിയാണ് എടുക്കുന്നത്. കാരണം ലോസ് അതിൽ നിന്ന് കുറച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 92,000 എന്ന് കാണുന്നത്. 1,00,000 നിന്ന് 92,000
8,000 കുറക്കുന്നുണ്ട്, 92,000. അതിനടക്കേണ്ട ടാക്സ് 18,400. ഇത്ര അടച്ച് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കാൽക്കുലേഷൻ ഒന്നും നോക്കണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇൻഫർമേഷൻ അവിടെ ഇട്ടത്. എങ്ങനെ വന്നു ഈ എമൗണ്ട് എന്ന് ഫൈനലായിട്ട് പറഞ്ഞാൽ ആ വർഷം നിങ്ങൾ 37,775 രൂപ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ നോക്കിയേ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു ഫണ്ട് 20,000 രൂപ, ശ്രദ്ധിക്കണം, 20,000 രൂപ നഷ്ടം വരുന്നൊരു ഫണ്ട് നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തില്ല, ഞാൻ അതിന് ഒഴിവാക്കി, ലോസ് ബുക്ക് ചെയ്തില്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഞാൻ ബുക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ടാക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 41,875, ഏകദേശം ഒരു 5,000 അടുത്ത് നമുക്ക് ടാക്സ് കൂടുതൽ അടക്കേണ്ടി വന്നു. അങ്ങനത്തെ സമയങ്ങളിലാണ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടിനെ ഒഴിവാക്കണം, എന്നിട്ട് ആ ലോസ് ഇവിടെ കൊണ്ടുവന്നിടണം. ഇപ്പോൾ 1,00,000 രൂപയാണ് ലോസ്, 1,00,000 രൂപയാണെങ്കിൽ നോക്കിയോ, 1,00,000 രൂപ നിങ്ങളുടെ ലോസ് ഇട്ടു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഫണ്ടിൽ 1,00,000 രൂപ ലോസ് ഉണ്ടെങ്കിൽ ടാക്സ് ട്രൊമൻറ്റസ്ലി കുറഞ്ഞു, 29,375 കുറഞ്ഞു. അപ്പം ഇത് 1,00,000 രൂപ നിങ്ങൾ നാളെ പോയിട്ട് ലോസ് ബുക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഓക്കെ ഓൾറെഡി എനിക്കിപ്പോൾ 40,000 രൂപ ടാക്സ് അടക്കണം, പക്ഷേ ആ ടാക്സിന് എങ്ങനെ കുറക്കും, ഓൾറെഡി ഒരു ഫണ്ട് ഞാൻ വിറ്റ് ഒഴിവാക്കണം, കാരണം അതിലെനിക്ക് ലാഭമില്ല, നഷ്ടമാണ്. ആ നഷ്ടത്തിനെ നമ്മൾ ലാഭം കൊണ്ട് ഓഫ്സെറ്റ് ചെയ്ത് ആ നഷ്ടത്തിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതാണ് നമ്മുടെ കാൽക്കുലേറ്റ് ടാക്സ് ടൂള് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ടാക്സ് ടൂൾ എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ടാക്സ് വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് കൃത്യമായ രീതിയിൽ പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിന് ഈ കാൽക്കുലേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്, നിങ്ങളുടെ കമൻസ് വീഡിയോയുടെ താഴെ പറയുക. നിങ്ങൾ പറയുന്ന കമൻസും നിങ്ങൾ പറയുന്ന ഇൻപുട്സുമാണ് എനിക്ക് ഫർദർ വീഡിയോസും ഫർദർ ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ തരാൻ എനിക്കൊരു മോട്ടിവേഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടും ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ലിങ്കും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ യൂസ് ചെയ്യട്ടെ അവർക്ക് എത്ര ടാക്സ് വരുന്നു എന്ന് അറിയട്ടെ. ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ കുറക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ലാപ്ടോപ്പിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു നമുക്ക് എത്ര എമൗണ്ട് ടാക്സ് നമ്മളെ ടാക്സ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മ്യൂച്വൽ ഫണ്ടിൽ കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് 3 ഫണ്ട് ഉണ്ടെങ്കിൽ ആ 3 ഫണ്ടിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് എല്ലാം നമ്മൾ ടൂളിനകത്ത് ഇട്ട് കൊടുക്കുക, സബ്മിറ്റ് അടിക്കുക, ടോട്ടൽ ടാക്സ് കിട്ടുന്നു. ഈ ടാക്സ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ടാക്സ് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എനിക്ക് 10,000 രൂപ ടാക്സ് അടക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ അടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ എനിക്കൊന്ന് റീബാലൻസ് ചെയ്യണം. അതായത് ഒരു ഫണ്ടുണ്ട് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്, അത് ഇത്രയും മാർക്കറ്റ് കണ്ടീഷൻ ലാസ്റ്റ് 1 ഇയർ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് അത് നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ നഷ്ടം -10,000 ഉണ്ടെന്ന് വിചാരിക്കാം, -10,000 ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് അതിൻ്റെ നഷ്ടം. ആ ഫണ്ട് ഇനിയും ഞാൻ SIP ചെയ്ത് കൊണ്ടുപോയാൽ എൻ്റെ ലോസ് അല്ലെങ്കിൽ ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് തന്നെ എനിക്കതിൽ നിന്ന് കാര്യമായ റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ഇല്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യും, അവിടെ ഞാൻ SIP സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് റിഡീം ചെയ്യും. ആ എമൗണ്ട് ഏറ്റവും മികച്ച മറ്റു മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ SIP ആയിട്ട് ചെയ്യും. അതാണ് ബുദ്ധിപരമായ നീക്കം. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ ഇന്ന് ഒഴിവാക്കണം, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് സ്റ്റേജിൽ ഈ +10,000 എന്ന് പറയുന്ന ടാക്സ് ഞാൻ നാളെ ഗവൺമെൻറ് അടക്കേണ്ട ടാക്സ് ആണ്. പക്ഷേ എൻ്റെ ലോസിൽ കിടക്കുന്ന -10,000 കൂടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ടാക്സ് ഇത്രയാണ്, 10,000 ആണ്. സോ ഈ 10,000 എമൗണ്ടിന് ഈക്വലായിട്ട് ലോസ് വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറവോ വരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനങ്ങോട്ട് റിഡീം ചെയ്യും. അപ്പോൾ എൻ്റെ ലോസ് അവിടെ -10,000 ആണ്. ഈ -10,000ഉം എനിക്ക് ഓൾറെഡി വന്നിട്ടുള്ള 10,000 എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് കൂടി ഓഫ്സെറ്റ് ചെയ്യപ്പെടും. ഓഫ്സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 10,000ഉം ലോസും കൂടി 0 ആയി മാറും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടതില്ല, ടാക്സിനെ ഞാൻ ഓഫ്സെറ്റ് ചെയ്തു എന്നാണ് അതിന് പറയാം. അതിൻ്റെ ഗുണം എന്താ, നമുക്ക് 2 ഗുണങ്ങളാണ് ഇവിടെ കിട്ടിയത്. ഒന്ന്, ഞാൻ ആ ലോസ് അവിടെ ബുക്ക് ചെയ്തില്ല എങ്കിൽ ഗവൺമെൻറ്റിക്ക് ഞാൻ 10,000 റുപ്പീസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു, നമ്പർ 1. നമ്പർ 2,
ഞാൻ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ 1 വർഷമായിട്ട് നെഗറ്റീവ് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിനെ ബെഞ്ച് മാർക്കിനെ പോലും ബീറ്റ് ചെയ്യാത്ത റോളിംഗ് ഇൻഡെക്സ് റിട്ടേൺ പോലും തരാത്ത, ഡീസൻറ്റ് റോളിംഗ് ഇൻഡെക്സ് റിട്ടേൺ പോലും തരാത്ത, അല്ലെങ്കിൽ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഇല്ലാത്ത ഒരു ഫണ്ടിനെ മൈനസ് ആയതുകൊണ്ട് അതിനെ വിറ്റ് ഒഴിവാക്കാനുള്ള വിഷമം കൊണ്ട് ഞാൻ അതിനെ കൊണ്ട് നടക്കുന്ന ഹെഡേക്ക് നമുക്ക് ഇന്ന് തൊട്ട് ഒഴിവായി. ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ പോർട്ട്ഫോളിയോ തുറന്നു നോക്കുമ്പോൾ എല്ലാം ഗ്രീൻ കളറിലാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ. ഏതെങ്കിലും ഒന്ന് റെഡ് കളർ ഉണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ ലാഭം കിട്ടിയതിനെ വെച്ച് നഷ്ടത്തിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് 2 ലാഭങ്ങളാണ് വരുന്നത്. ഒന്ന്, ടാക്സ് അടക്കേണ്ടതില്ല. രണ്ടാമത്തത്, വളരെ മോശം പെർഫോമൻസ് ഉള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഞാൻ നീക്കം ചെയ്തു, ടാക്സിനെ ഓഫ്സെറ്റ് ചെയ്തപ്പെട്ട് നീക്കം ചെയ്തു. ഇതാണ് ടോട്ടൽ ടാക്സ് നമുക്ക് അറിയാൻ സാധിച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മറ്റ് മാറ്റങ്ങൾ കൊണ്ടുവന്ന് മികച്ച മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായെന്ന് വിചാരിക്കുന്നു. ടാക്സ് കാൽക്കുലേറ്റർ എല്ലാവരും ഉപയോഗിക്കുക. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഏതായിരുന്നാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ടൂള് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ടാക്സ് കാൽക്കുലേഷൻസ് വന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. 2025-26 ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ 1 തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് എത്ര ടാക്സ് വന്ന് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ടോട്ടൽ ടാക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അറിവാണ് പ്രധാനം. സോ നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ടൂൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് ഹെൽപ്പായില്ലോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കൃത്യമായി ടാക്സ് അറിയാനും അതനുസരിച്ച് ടാക്സിനെ ഓഫ്സെറ്റ് ചെയ്ത് ഏറ്റവും മികച്ച ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്നും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. അതുവഴി ഏറ്റവും നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.